ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ജെൽ പാക്കിൻ്റെ റെമഡി ആയിട്ടാണ് കേട്ടോ. ഇത് നല്ല രീതിക്ക് ജെൽ ഫോം ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. നമ്മൾ ആലുവേര ജെല്ലൊക്കെ ഇല്ലേ, ആലുവേര ഒന്നും അല്ല ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്, എങ്കിലും നമുക്ക് ആലുവേര പോലത്തെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു ജെൽ പാക്കിങ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഗൈസ്, നമ്മളിത് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ കെയർ റൊട്ടീൻ ഇത് ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിന്നിന് നന്നായിട്ട് തന്നെ കളർ വെച്ച് വരുന്നതായിട്ട് കാണാൻ പറ്റും. അത്രയും സൂപ്പറായിട്ടുള്ള ഇൻഗ്രീഡിയൻസിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ നിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടും ഇന്ന് കാണിക്കാൻ വന്ന ആ ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല രീതിക്ക് ജെൽസ്, ക്രീംസ്, ഷാമ്പു ഒക്കെ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ ടൊമാറ്റോയുടെ ഓയിലെ പറ്റി ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആർക്കെങ്കിലും ക്രീംസും ജെൽസിനൊക്കെ പറ്റിയിട്ട് വീഡിയോ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട്. ആരും ഇതുവരെ എനിക്ക് റീപ്ലൈ തന്നിട്ടില്ല. ഞാൻ മൊത്തം ശശിയായിട്ടിരിക്കാൻ ഇവിടെ. അപ്പോൾ ഇതൊന്ന് പറയാം കേട്ടോ. എനിക്ക് വയ്യ നാടൻ കെടാൻ. അപ്പോൾ ഒന്ന് പറയാം, താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ജെൽസും ക്രീംസും ഷാമ്പൂ ഒക്കെ മേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നാച്ചുറലായിട്ട് കേട്ടോ, നല്ല പക്ക നാച്ചുറലായിട്ട് നമുക്ക് മേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ, ഇത് എങ്ങനെ തയ്യാറാക്കിയെടുത്തു എന്നുള്ളത്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ആദ്യം ഒരു പച്ചമരുന്ന് കടയിൽ പോയിട്ട് ഞാൻ ഈ കാണിക്കുന്നതിൻ്റെ പേരൊന്ന് പറയുക. ആൽമണ്ട് ഗം അല്ലെങ്കിൽ ബദാം പീസിൻ കേട്ടോ. അതായത് നമ്മുടെ ബദാം പരിപ്പില്ല, ബദാമിൻ്റെ പശയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് വൈറ്റ് കളർ ആയിട്ടുള്ളത് തന്നെ ചോദിച്ച് മേടിക്കുക. കാരണം എനിക്ക് ഒരു വർഷം മുമ്പ് പണി കിട്ടിയിട്ടുണ്ട്. ഞാനിതുപോലെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ബദാമിൻ്റെ പശ, മീൻസ് നമ്മുടെ ഈ ബദാം പീസിൻ വേണമെന്ന് പറഞ്ഞിട്ട് അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ എനിക്ക് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അത് വെച്ച് വീഡിയോ ഒക്കെ ചെയ്തു. പക്ഷേ എനിക്ക് ഫ്ലോപ്പായിട്ട് വീഡിയോ ഞാൻ ഇട്ടൊന്നുമില്ല, ഇതിനകത്ത് അപ്ലോഡൊന്നും ചെയ്തില്ല. അത് ഫ്ലോപ്പ് ആയതുകൊണ്ട് ഞാൻ അതങ്ങോട്ട് അങ്ങനെ ഒഴിവാക്കി. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് വൈറ്റ് കളറായിട്ടുള്ള ബദാം പീസിൻ തന്നെ നമ്മൾ ചോദിച്ച് മേടിക്കണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ മേടിച്ചിട്ടുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളും പോയിട്ട് ആ ഒരു അബദ്ധം കാണിക്കരുത്. കാരണം എനിക്ക് പറ്റിയ അബദ്ധമാണത്. വർക്കും ആയിട്ടുണ്ടായിരുന്നില്ല. നമുക്കൊരു സിറം കൺസിസ്റ്റൻസിയിലാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന കയ്യിൽ വെച്ചിരിക്കുന്നത് ബദാം പീസിനാണ് കേട്ടോ. ഒരു വർഷത്തെ പഴക്കമുണ്ട് ഇതിന്, ഏകദേശം അടുത്ത് കേട്ടോ. അതുകൊണ്ടാണ് തോന്നുന്നത് കംപ്ലീറ്റും അങ്ങോട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട് നല്ല രീതിക്ക്. ഇങ്ങനെ മേടിച്ചിട്ട് വരുമ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നും ആയിരുന്നില്ല കേട്ടോ, എല്ലാം വിട്ടുവിട്ടിട്ട് തന്നെ ആയിരുന്നു. അപ്പോൾ ഞാനിതങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പെറുക്കാനേ കിട്ടുന്നില്ല, സോറി അടർത്താൻ കിട്ടുന്നില്ല, പെറുക്കാനല്ല അടർത്താൻ കിട്ടുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം പോയിട്ട് ബദാം പീസിന് ചോദിച്ചപ്പോൾ തന്നിട്ടുള്ള അവസ്ഥ കേട്ടോ. അപ്പോൾ നിങ്ങൾ പോയിട്ട് ഇത് പോയി മേടിച്ചിട്ട് വരാൻ നിൽക്കരുത്. ഞാൻ ഈ ബൗളിൽ വെച്ചിരിക്കുന്ന ആ സെയിം കളറിലുള്ള സാധനം, അതും ബദാം പീസിന് വൈറ്റ് തന്നെ പറയാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ പച്ചമരുന്ന് കടയിൽ പോയിട്ട് ഇച്ചിരി മേടിക്കുക. കുറച്ചേ ഉണ്ടാവുള്ളൂ, 50 ഗ്രാമിനൊക്കെ എനിക്ക് തോന്നുന്നു 60 രൂപ അങ്ങാണ്ടൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. വലിയ റേറ്റൊന്നും ഇല്ല. നമുക്കിത് ഓൺലൈൻ സൈറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. നമ്മുടെ ആമസോൺ, ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം. മാക്സിമം നിങ്ങൾ പച്ചമരുന്ന് കടയിൽ നിന്ന് മേടിക്കുക. കിട്ടിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഓൺലൈൻ സൈറ്റിൽ നിന്ന് മേടിക്കുക കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഫേസിലേക്ക് മാത്രമല്ല കേട്ടോ, നമുക്കിത് കഴിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. വെയിറ്റ് ഗെയിൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇത് ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളി സ്മൂത്തിയും ഷേക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ യൂട്യൂബിനകത്ത് തന്നെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ടുള്ള ഷേക്കും കാര്യങ്ങളൊക്കെ റെസിപ്പീസൊക്കെ ഉണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പിന്നെ എന്താ, അപ്പം നമ്മളിതാ ബദാം എടുത്തിട്ടുണ്ട്. ഒരു 2-3 ഇത് ഈ കാണുന്ന ലെവലിൽ ഒരു 3-4 കുഞ്ഞ് ബദാം എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ ഒരു ബൗളിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് ഇച്ചിരി വെള്ളം, ഒരുപാട് വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഇച്ചിരി വെള്ളം ചേർക്കുന്നുള്ളൂ. ആദ്യം 1-2 തവണ വേണമെങ്കിൽ നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ, വെള്ളം ഉപയോഗിച്ച് കഴുകിയെടുക്കാം. എന്നിട്ട് ഈ കാണുന്ന അളവിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളത് കുതിർക്കാനായിട്ട് ടൈം കൊടുക്കുകയാണ്. ഏകദേശം 8 മണിക്കൂറെങ്കിലും നമുക്കത് സെറ്റ് ആവാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ തലേന്ന് രാത്രി തന്നെ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെക്കുക. അപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്കിത് ഏത് പരുവത്തിലാണ് കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കി കാണാം. ഗൈസ്, ദാ നമ്മുടെ ബദാം പീസും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല രീതിക്ക് നല്ലൊരു ജെല്ലി കൺസിസ്റ്റൻസിയിൽ, നല്ല എന്താ പറയുക, നമ്മുടെ ഐസ് ഇങ്ങനെ പൊടിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ജെല്ലി ഫോമിൽ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ, ആവശ്യത്തിനുള്ളത് മാത്രം ഒഴിച്ച് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇതിനകത്തേക്ക് പാലിൽ കുതിർക്കണമെങ്കിൽ പാലിലും കുതിർക്കുക കേട്ടോ. കുറച്ചുകൂടി ബെറ്റർ റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് പാലിൽ കുതിർത്തിന് കിട്ടുക. അപ്പോൾ ഞാനിവിടെ വെള്ളം, നോർമലി വെള്ളം, നിങ്ങൾക്ക് ആ ഒരു കൺസിസ്റ്റൻസി അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് നോർമലി വെള്ളമൊക്കെ ചേർത്ത് നമ്മൾ സെറ്റാക്കി കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പാലിൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ബദാമിൻ്റെ പിസിന് ഉപയോഗിച്ചിട്ടാണ് ഇനി അടുത്ത പരിപാടി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ജെൽസ്, ക്രീംസ്, അതുപോലെ തന്നെ ഷാമ്പൂസൊക്കെ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും, വളരെ നാച്ചുറലായിട്ട് തന്നെ. അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ.
ഇനി ഇതിനകത്തേക്ക് അടുത്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ലിക്വറൈസ് പൗഡറാണ്, നമ്മുടെ ഇരട്ടി മധുരത്തിൻ്റെ പൗഡർ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് വൈറ്റൻ ചെയ്യാനും പിഗ്മെൻറ്റേഷനും കരിമങ്കലിലൊക്കെ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. പിന്നീട് അടുത്തതായി ചേർക്കുന്നത് നമ്മുടെ കോൺഫ്ലോർ ആണ്, നമ്മുടെ ചോളമാവ് കേട്ടോ. അത് ഇതിനകത്തേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. ലിക്വറൈസിൻ്റെ പൗഡർ നമ്മൾ 1 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇവയെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളിതൊന്ന് മിക്സി ബൗളിനകത്തിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. ആവശ്യമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇതിനകത്തേക്ക് പാലോ വെള്ളമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇച്ചിരി ഇച്ചിരി ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, ഒന്നിച്ചങ്ങ് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു ജെല്ലി കൺസിസ്റ്റൻസി കിട്ടുന്ന വരത്തേക്കുള്ള വെള്ളം ആവശ്യത്തിന് മാത്രം ചേർത്തിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് അരച്ച് ഈ ഒരു പരുവത്തിൽ നമ്മുടെ ഒരു ജെല്ലി പരുവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രിഡ്ജിനകത്ത് വെച്ച് വേണം നമുക്കിത് ഉപയോഗിക്കാനായിട്ട്, പുറത്തൊന്നും വെക്കാൻ പാടില്ല, ഫ്രിഡ്ജിനകത്ത് തന്നെ വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ ഈ രീതിക്ക് നമ്മളിത് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ജെല്ലി പാക്കാണിത്. ഇത് പാക്ക് അപ്ലൈ ചെയ്തിട്ട് കഴുകി കളയേണ്ടതാണ് കേട്ടോ, അല്ലാതെ ലീവ് ചെയ്യേണ്ടതല്ല. ലീവ് ചെയ്യേണ്ട ക്രീംസും ജെൽസിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വരും വീഡിയോയിൽ നോക്കി കാണാം എന്താണെന്നുള്ളത്. അപ്പോൾ ഇത് നമുക്ക് കഴുകി കളയേണ്ടതാണ് കേട്ടോ. നമ്മൾ വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആയിട്ടിരിക്കുന്നത് അന്നേരം നിങ്ങൾക്ക് ഇത് ഫേസിലോ കയ്യിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാവുന്നതാണ്. പ്ലെയിൻ വാഷ് ആയിരിക്കണം, സോപ്പോ ഫേസ് വാഷോ ഒന്നും തന്നെ യൂസ് ആക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നിങ്ങളിത് റൊട്ടീൻ പോലെ ചെയ്തു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഗൈസ് ഞാൻ പറയുന്നു, നിങ്ങളുടെ ഫേസിലത്തെ പിഗ്മെൻറ്റേഷൻ, കരിമംഗലം, ഡാർക്ക് സ്പോട്ട്, പാച്ചസ് എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്കിന്നിന് നല്ല രീതിക്ക് കളർ കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും. മാത്രമല്ല സ്കിന്നിന് നല്ലൊരു ഗ്ലോയിങ് കിട്ടും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് നിങ്ങളുടെ ആ ഒരു ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.